ജോൺ മെയ്സ്ഫീൽഡിന്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയാണ് സീ ഫീവർ. അല്ലേ? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം തോന്നുമല്ലേ? സീ ഫീവർ, അതായത് കടലും പനിയും. ഇതെന്താ തമ്മിലൊരു ബന്ധം? അപ്പൊ ഈ കടലും പനിയും തമ്മിൽ എന്താ ബന്ധം, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫീവർ അല്ലെങ്കിൽ പനി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു അസുഖമല്ല. മറിച്ച് ഒരു കാര്യത്തോട് നമുക്ക് തോന്നുന്ന അടക്കാനാവാത്തൊരാഗ്രഹമില്ലേ, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കടലിലേക്ക് തിരിച്ചു പോകാൻ കൊതിക്കുന്ന ഒരാളുടെ ആ ഒരു ഭയങ്കരമായ ആഗ്രഹമാണ് സത്യത്തിൽ ഈ കവിത മുഴുവൻ. അതുകൊണ്ട് സീ ഫീവർ എന്ന് പറഞ്ഞാല് സിമ്പിളായിട്ട് കടലിലേക്കുള്ള ഒരു തീവ്രമായ ഒരു ഇമോഷണൽ അട്രാക്ഷനാണ്. എങ്ങനെയെന്നാൽ കടലിലേക്ക് മടങ്ങിപ്പോയാൽ മാത്രമേ എനിക്ക് ശരിക്കുമൊരു സന്തോഷം കിട്ടൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഉവിളിയാണത്. അതാണ് സീ ഫീവർ. ശരി, അപ്പോൾ നമുക്ക് യാത്രയുടെ തുടക്കത്തിലേക്ക്, അതായത് കവിതയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ നമ്മൾ കാണുന്നത് കരയിൽ നിൽക്കുന്ന ഒരാളെയാണ്. പക്ഷേ ആളുടെ ശരീരം മാത്രമേ കരയിലുള്ളൂ. മനസ്സ് മുഴുവൻ കടലിലാണ്. ആ യാത്ര തുടങ്ങാനുള്ള ആഗ്രഹം എത്രത്തോളം ശക്തമാണെന്ന് നമുക്ക് ഈ വരികളിൽ കാണാം. കവിത തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗൈൻ, ടു ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ. അതായത് എനിക്ക് വീണ്ടും കടലിലേക്ക് പോകണം, ആ ഏകാന്തമായ കടലിലേക്കും ആകാശത്തിലേക്കും. ഇതൊരു വെറുമാഗ്രഹമല്ല കേട്ടോ, അതൊരു ഉറച്ച തീരുമാനമാണ്, ഒരു പ്രഖ്യാപനമാണ്. എനിക്ക് പോയേ പറ്റൂ എന്നൊരു ദൃഢനിശ്ചയം ആ വാക്കുകളിൽ തന്നെയുണ്ട്. ഇതിലൊരു രസം എന്താണെന്നറിയോ? ഈ ആദ്യത്തെ വരി, ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗൈൻ, ഇത് കവിതയുടെ ഓരോ സ്റ്റാൻസയിലും വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ സാഹിത്യത്തിലൊക്കെ റിഫ്രെയിൻ എന്ന് പറയുന്നത്. എന്തിനാണിങ്ങനെ ആവർത്തിക്കുന്നത്? ആ കടൽ അദ്ദേഹത്തെ എത്രമാത്രം ശക്തമായി പിടിച്ചു വലിക്കുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് കവി ഇതുപയോഗിക്കുന്നത്. അപ്പൊ കവിക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ഏകാന്തമായ കടലിലേക്ക്, അതായത് ലോൺലി സീ. ഇവിടെ ഈ ലോൺലി സീ എന്ന് പറയുന്നത് സാഹസികതയുടെയും പിന്നെ കുറച്ച് നിഗൂഢതയുടെയും ഒക്കെ ഒരു പ്രതീകമാണ്. അതിന്റെ കൂടെയോ പരന്ന ആകാശം. അതെന്തിനെയാ സൂചിപ്പിക്കുന്നത്? തീർച്ചയായും അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തെ. അപ്പൊ സാഹസികതയും സ്വാതന്ത്ര്യവും, ഇത് രണ്ടുമാണ് കവിയുടെ യാത്രയുടെ ലക്ഷ്യം. അപ്പോ ഈ യാത്രയ്ക്ക് എന്തൊക്കെയാ വേണ്ടത്? കവിയുടെ ലിസ്റ്റ് വളരെ സിമ്പിളാണ്. ഉയരമുള്ളൊരു കപ്പല് വേണം, വഴികാട്ടാനൊരു നക്ഷത്രം വേണം, പിന്നെ ആ കപ്പലിന്റെ ചുക്കാൻ തിരിയുമ്പോഴുള്ളൊരു തള്ളലില്ലേ, ആ ഒരു ഫീല് വേണം. കാറ്റിന്റെ പാട്ട് കേൾക്കണം, കാറ്റടിച്ച് ആ വെളുത്ത പായ ഇങ്ങനെ വരയ്ക്കുന്നത് കാണണം. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടത്, കടൽ യാത്രയുടെ ആ ഒരു ഒറിജിനൽ ഫീൽ. യാത്ര തുടങ്ങുന്ന ആ പ്രഭാതത്തെ കവി വർണ്ണിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ ഒരു ചിത്രം തെളിയും. ആൻഡ് എ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ് ആൻഡ് എ ഗ്രേ ഡോൺ ബ്രേക്കിംഗ്. കടലിന്റെ മുഖത്ത് പടർന്ന ആ ചാരനിറത്തിലുള്ള മഞ്ഞ്, പിന്നെ മെല്ലെ വിടർന്നു വരുന്ന ആ ചാരനിറമുള്ള പ്രഭാതം. ഹോ, യാത്ര തുടങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള ആ ഒരു ശാന്തമായ കാത്തിരിപ്പില്ലേ, അതാണ് ഈ വരികളിൽ നിറയെ. നിങ്ങളാ പ്രയോഗം ശ്രദ്ധിച്ചോ? കടലിന്റെ മുഖം അഥവാ സീസ് ഫേസ്. കടലിന് ഒരു മുഖം കൊടുക്കുക, അതായത് ജീവനില്ലാത്ത ഒന്നിന് മനുഷ്യന്റെ സ്വഭാവം കൊടുക്കുക. ഇതിനെയാണ് സാഹിത്യത്തിൽ പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കവി കടലിനെ ഒരു ജീവനുള്ള ഒന്നായാണ് കാണുന്നത്. അവർ തമ്മിലുള്ള ആ ഒരു പേഴ്സണൽ കണക്ഷൻ, ആ ഒരു ആഴത്തിലുള്ള ബന്ധം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് കവിതയുടെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇവിടെ എത്തുമ്പോഴേക്കും കടലിന്റെ വിളി കുറച്ചുകൂടി ഉച്ചത്തിലാവുകയാണ്. അതൊരു വെറും ആകർഷണമല്ല, മറിച്ച് ആർക്കും തടുക്കാൻ പറ്റാത്തൊരു വിളിയായി മാറുന്നത് നമുക്കിവിടെ കാണാം. For the call of the running tide is a wild call and a clear call that may not be denied. കേട്ടില്ലേ? ആ ഇരമ്പിയാർക്കുന്ന വേലിയേറ്റത്തിന്റെ വിളി ഒരു വന്യമായ വിളിയാണ്, ഒരു വ്യക്തമായ വിളിയാണ്. അതൊരിക്കലും നിഷേധിക്കാനോ വേണ്ടെന്ന് വെക്കാനോ പറ്റില്ല. കടൽ അക്ഷരാർത്ഥത്തിൽ കവിയെ തിരികെ വിളിക്കുകയാണ്. ആ വിളി കേൾക്കാതിരിക്കാൻ അദ്ദേഹത്തിന് ഒരു വഴിയുമില്ല. അപ്പോ ഈ യാത്രയില് കവി എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തിന് വേണ്ടത് നല്ല കാറ്റുള്ളൊരു ദിവസമാണ്. ആകാശത്ത് വെളുത്ത മേഘങ്ങളിങ്ങനെ പറന്നു നടക്കണം. കപ്പലിൽ തിരയടിക്കുമ്പോൾ വെള്ളത്തുള്ളികൾ മുഖത്തേക്ക് തെറിക്കണം. തിരയടിക്കുമ്പോഴുണ്ടാകുന്ന ആ പതയില്ലേ, അത് കാണണം. കൂട്ടിന് കടൽക്കാക്കകളുടെ കരച്ചിലും വേണം. ഇതെല്ലാമാണ് ആ ഒരു വൈൽഡ് കടൽ യാത്രയുടെ ഫീല്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കവിക്ക് വേണ്ടത് ഏതെങ്കിലും ബീച്ചിൽ പോയി ശാന്തമായി ഇരിക്കാനല്ല, മറിച്ച് കടലിന്റെ ആ ഒരു എനർജറ്റിക്, ആ ഒരു പവർഫുൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരാനാണ്. പ്രകൃതിയുടെ ആ ശക്തിയെ ശരിക്കും അനുഭവിച്ചറിയണം. അതാണ് അദ്ദേഹത്തിന്റെ ദാഹം.
ഇനി നമ്മൾ കവിതയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഇവിടെ എത്തുമ്പോൾ കവിയുടെ ആഗ്രഹം വെറും ഒരു യാത്ര എന്നതിനപ്പുറം ഒരു ജീവിത രീതിയോടുള്ള ഇഷ്ടമായി മാറുന്നത് കാണാം. ഏത് ജീവിതരീതി? ഒരു നാടോടിയായ നാവികന്റെ ജീവിതം. I must go down to the seas again, to the vagrant gypsy life. എനിക്ക് വീണ്ടും കടലിലേക്ക് പോകണം, അലഞ്ഞു തിരിയുന്ന ഒരു ജിപ്സിയുടെ ജീവിതത്തിലേക്ക്. കണ്ടോ, ഇവിടെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഒരു നാടോടി ജീവിതമാണ്. ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കാതെ, ഒന്നിനോടും കെട്ടുപാടുകളില്ലാതെ, പൂർണ്ണമായും സ്വതന്ത്രമായി അലഞ്ഞു തിരിയുന്ന ഒരു ജീവിതം. അപ്പോ ആരുടെ വഴികളാണ് കവിക്ക് പിന്തുടരേണ്ടത്? കടൽക്കാക്കയുടെ വഴിയും തിമിംഗലത്തിന്റെ വഴിയും. എന്തിനായിരിക്കും ഇവരെ പിന്തുടരുന്നത്? കാരണം വളരെ സിമ്പിളാണ്. ഈ ജീവികൾ എപ്പോഴും കടലിനോട് ചേർന്നാണ് ജീവിക്കുന്നത്. അവർക്ക് യാതൊരു അതിരുകളുമില്ല, പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ ആ കടലിന്റെ ഒരു ഭാഗമായി മാറാനാണ് കവിയും ആഗ്രഹിക്കുന്നത്. അവിടെയുള്ള കാറ്റിനെപ്പറ്റി പറയുന്ന ഒരു വരിയുണ്ട്, where the wind's like a whetted knife. അതായത് മൂർച്ച കൂട്ടിയ ഒരു കത്തി പോലെയാണ് അവിടുത്തെ കാറ്റ്. ആ ഒരു തണുപ്പും ശക്തിയും ആ ഒറ്റ വരിയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അല്ലേ? ശരിക്കും അതിമനോഹരമായ ഒരു പ്രയോഗം. ഇവിടെ ലൈക്ക് എന്ന വാക്ക് ഉപയോഗിച്ച് കാറ്റിനെ മൂർച്ചയുള്ള കത്തിയുമായി താരതമ്യം ചെയ്യുകയാണ്. ഇതിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത്. ആ കടലിലെ കാറ്റ് നമ്മുടെ ദേഹത്ത് കൊള്ളുമ്പോഴുള്ള ആ ഒരു ഫീലുണ്ടല്ലോ, ആ തണുപ്പും ശക്തിയും അതുപോലെ അനുഭവിപ്പിക്കാൻ ഈ ഒരു താരതമ്യം സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ യാത്ര മുഴുവൻ ഏകാന്തതയല്ല കേട്ടോ. ഇതിനിടയിൽ കവി ചെറിയൊരു മനുഷ്യസാമീപ്യവും ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരു സഹയാത്രികൻ വേണം. ആ ആളിൽ നിന്ന് സന്തോഷം തരുന്നൊരു കഥ കേൾക്കണം. ആ സാഹസികതയുടെ ഇടയിലും സൗഹൃദത്തിന്റെ ഒരു ചെറിയ കണിക, അതും അദ്ദേഹം കൊതിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഈ കവിതയുടെ ഹൃദയത്തിലേക്ക്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ ഇത് വെറുമൊരു കടൽ യാത്രയുടെ കഥയല്ല. അതിനപ്പുറം നമ്മുടെയെല്ലാം ഉള്ളിലുള്ള ചില അടിസ്ഥാനപരമായ ആഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ കവിത സംസാരിക്കുന്നത്. ഈ കവിതയുടെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് വണ്ടർലസ്റ്റ്, അതായത് എപ്പോഴും യാത്ര ചെയ്യാനും അലഞ്ഞു തിരിയാനുമുള്ള ആ ഒരു അടങ്ങാത്ത ആഗ്രഹം. രണ്ടാമത്തേത് തീർച്ചയായും സ്വാതന്ത്ര്യമാണ്, എല്ലാ കെട്ടുപാടുകളിൽ നിന്നുമുള്ള ഒരു മോചനം. പിന്നെ മൂന്നാമത്തേത് പ്രകൃതിയുടെ ശക്തി, അതിന്റെ ആ ഒരു വന്യമായ സൗന്ദര്യത്തോടുള്ള ഒരു തരം ആരാധന. കവിത അവസാനിക്കുന്നത് വളരെ ശാന്തമായ ഈ വരികളോടെയാണ്. ആൻഡ് ക്വയറ്റ് സ്ലീപ്പ് ആൻഡ് എ സ്വീറ്റ് ഡ്രീം വെൻ ദ ലോങ് ട്രിക്സ് ഓവർ. അതായത് ആ നീണ്ട ജോലി കഴിയുമ്പോൾ ശാന്തമായ ഒരു ഉറക്കവും മധുരമായ ഒരു സ്വപ്നവും. ഇതിന് ശരിക്കും രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ഒരു നാവികന്റെ കഠിനമായ ഒരു ദിവസത്തെ ജോലിക്ക് ശേഷമുള്ള ആ ഒരു നല്ല വിശ്രമം. മറ്റൊരർത്ഥത്തിൽ നോക്കിയാൽ നമ്മുടെ ജീവിതം എന്ന ഈ വലിയ യാത്രയ്ക്ക് ശേഷം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനപരമായ ഒരു അന്ത്യം. അപ്പോ ഈ കവിത നമ്മളോട് ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. ഈ കവിക്ക് കടലിനോട് തോന്നിയ ആ ഒരു സീ ഫീവർ ഇല്ലേ, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അടക്കാനാവാത്ത അഭിനിവേശം തോന്നുന്ന ആ കടലേതാണ്? ഏത് വിളിയാണ് നിങ്ങൾക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്തത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.